Thank you, Dr. Dhanesh. Thank you, all doctors and all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1318 ദിവസമാണ്. ഇന്ന് അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ലോക ഹോമിയോപ്പതി ദിനാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഈദുൽ ഫിത്തർ ആശംസകളും നേരുന്നു. ഇന്ന് നാം ഇവിടെ കൂടുവാനും ഹോമിയോപ്പതി ഡോക്ടർമാരായി അഭിമാനത്തോടു കൂടി ഇരിക്കുവാനും കാരണഭൂതനായ ഡോക്ടർ ക്രിസ്ത്യൻ ഫ്രെഡറിക് സാമുവൽ ഹനിമാന്റെ ജന്മദിനമാണെന്ന്. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ അനുസ്മരിക്കാനും ലോക ഹോമിയോപ്പതി ദിനം ആയി ആചരിക്കാനും ആയി കൂടുന്ന പ്രത്യേക സൂം സെഷനാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ ഇന്നത്തെ പ്രത്യേക സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്നത്തെ ഈ പ്രത്യേക പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഡോക്ടർ ഗോപകുമാറിനെ ക്ഷണിക്കും. കേൾക്കാം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം, ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഓക്കെ ഡോക്ടറെ, നന്ദി. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. അതിനായി നമ്മുടെ IFPHന്റെ ആദരണീയനായ ഡോക്ടർ മനോജ് GSനെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. നമ്മള് പ്രാർത്ഥന ആലോചിച്ചതുപോലെ ആഴണം വാഴണം ആഴമേറുന്നിൻ മഹസ്. അപ്പൊ ഈ ആഴമേറുന്ന മഹസ്സം എന്താണെന്ന് അറിയണമെങ്കിൽ ഹോമിയോപ്പതിയുടെ സൈലീഷ്യ എന്നൊരു മെഡിസിനിലേക്ക് നോക്കിയാൽ അറിയാം. ഒരു മണൽത്തരിയിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മഹസ്സിനെ വാഴ്ത്താതെ ഹോമിയോപ്പതിക്ക് വേറെ നിർവാഹമില്ല, ലോകത്തിന് നിർവാഹമില്ല. അതുകൊണ്ട് ഹോമിയോപ്പതി തിരിച്ചറിയുന്നു. ഈശ്വരനെ തിരിച്ചറിയുന്ന ഏറ്റവും നല്ല മാർഗ്ഗം ഹോമിയോപ്പതി തന്നെയാണ്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയാനാണ് എന്റെ ചുമതല. ആദ്യമായിട്ടൊരു 10 മിനിറ്റ് വൈകിയതിന് ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ അതിഥികൾ വളരെ തിരക്കേറിയവരാണ്. അവരുടെ സമയത്ത് നമ്മൾ ഒരിക്കലും അവഹരിക്കാൻ പാടില്ല. നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS ആണ്. അദ്ദേഹം കേരള വാട്ടർ അതോറിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അതുപോലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലനിധി, ഒരു ഉന്നത സ്ഥാനത്തേക്ക് അദ്ദേഹം നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. നമ്മുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ശ്രീകല ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്, മാഡത്തിന്റെ ഹസ്ബൻഡാണ്. ഈ പരിപാടി പറഞ്ഞ ഉടനെ തന്നെ സാറ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റു. അപ്പൊ സാറിനെ ഏറ്റവും ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യക്ഷ പ്രസംഗത്തിനായി എത്തിയിട്ടുള്ള ഡോക്ടർ ഇസ്മായിൽ സേഡ് സാർ. ഈ IFPHന്റെ എല്ലാമാണ്. നമ്മുടെ മെറ്റീരിയൽ മെഡിക്കൽ ജനറസ് എന്നൊരു വാക്ക് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്മായിൽ സേഡ് സാറിനെ നോക്കിയാൽ മതി, ആ വാക്ക് എന്താണെന്ന് പിടികിട്ടും. ഇസ്മായിൽ സേഡ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേരാനെത്തിയ ഡോക്ടർ എഹിയ, IFPHന്റെ നട്ടെല്ലാണ്. ഡോക്ടർ എഹിയ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പരീത് ബാവഖാൻ സാർ, MSc അഗ്രികൾച്ചർ, കേരള സർക്കാരിന്റെ മുൻ അഡീഷണൽ ഡെവലപ്മെന്റ് കമ്മീഷണറും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മുൻ ഡയറക്ടറും. സാർ ഈ പരിപാടിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ടെക്നിക്കൽ അസൗകര്യമുണ്ട്. സാറിന്റെ മെസ്സേജ് അവതരിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരീത് ബാവഖാൻ സാർ എന്ന് പറയുമ്പോൾ
സ്ഥിരമായിട്ട് IFPHലുള്ള ഹോമിയോപ്പതി സ്നേഹിയാണ് അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ ശ്രീ വേലപ്പൻപിള്ള സാർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജില്ലാ സഹകരണ ബാങ്ക് ആലപ്പുഴ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു ഹോമിയോപ്പതി ലവറാണ്. പിന്നെ ഈ പരിപാടിക്ക് കൃതജ്ഞത അർപ്പിക്കുന്ന നമ്മുടെ ട്രഷറർ, ശരിക്കും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ക്ലിനിക്കിന്റെ പേര് വെങ്കടേശ്വര ഹോമിയോ ക്ലിനിക് എന്നാണ്. നമ്മുടെ എല്ലാ വെങ്കടേശ്വരനാണ്. ഏറ്റവും സമ്പന്നനായ നമ്മുടെ ട്രഷററെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മോഡറേറ്ററായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച് നമ്മൾ IFPHലേക്ക് കൊണ്ടുവന്ന ഓരോ ദിവസവും അനുദിനം മുന്നേറുന്ന ഡോക്ടർ ഷൈലയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യരായ IFPH അംഗങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ ഉദ്ഘാടന പ്രസംഗമാണ്. അതിനായി ഏറ്റവും ആദരണീയനായ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സാറിനെ ഞാൻ വളരെ ആദരപൂർവവും സ്നേഹപൂർവവും സന്തോഷപൂർവവും സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ വിചാരിച്ചു അധ്യക്ഷ ഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാം, അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാണെന്ന് വിചാരിച്ചു. ഏതായാലും ആദ്യം തന്നെ ഉദ്ഘാടനം പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു 10 മിനിറ്റ് കിട്ടുമായിരിക്കും, അല്ല അതോ 5 മിനിറ്റേ ഉള്ളൂ? കുഴപ്പമില്ല, സാറിന് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ഡോക്ടർ ഇസ്മായിൽ സേട്ട്, നിങ്ങളുടെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ സംഘടനയുടെയും ഹോമിയോപ്പതിയുടെയും ഒരു വലിയൊരു ഫിഗറായ ഇസ്മായിൽ സേട്ട് സാർ, അതുപോലെ തന്നെ ഡോക്ടർ മനോജ്, അതുപോലെ തന്നെ ഡോക്ടർ ഷൈല, ഡോക്ടർ യഹിയ, അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഹോമിയോപ്പതിയിലെ വിവിധ ഡോക്ടർമാരെ, സുഹൃത്തുക്കളെ. ഡോക്ടർ മനോജ് വിളിച്ച ഉടനെ ഞാൻ എഗ്രി ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹോമിയോപ്പതിയുടെ ആരാധകൻ തന്നെയാണ്. അതിന് കാരണമുണ്ട്. അത് പറഞ്ഞുകൊണ്ട്, എന്റെ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യങ്ങൾ തുടങ്ങി പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. ഒരു 25 വർഷം മുന്നേ ഞാൻ ഒരു കോഴിക്കോട് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സോർ ത്രോട്ട് ആണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറെ ചെന്ന് കണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഫാരഞ്ചൈറ്റിസ് ആണ്, ഒരു കോഴ്സ് ആന്റിബയോട്ടിക്സ്. എനിക്ക് തോന്നുന്നു അന്ന് 7 days ഞാനൊരു കോഴ്സ് ആന്റിബയോട്ടിക്സ് കഴിച്ചു. പക്ഷെ 7 days കഴിഞ്ഞിട്ട് എനിക്ക് യാതൊരു ചേഞ്ചും അതിലുണ്ടായിരുന്നില്ല, ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പൊ വീണ്ടും അദ്ദേഹത്തിന് തന്നെ ചെന്ന് കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു ഒരു കോഴ്സ് കൂടെ ആന്റിബയോട്ടിക്സ് കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പൊതുവേ മരുന്നുകൾ അധികം കഴിക്കാത്ത ആളാണ് ഇപ്പോഴും. അപ്പോ ഈ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കാലിക്കറ്റ് ഹോമിയോ കോളേജിലെ ഡോക്ടർ രമേശിനെ ഒന്ന് ചെന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെയും കൂട്ടി ഡോക്ടർ രമേശിന്റെ അടുത്ത് ചെന്നു. അപ്പോ അദ്ദേഹം അതൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്ത് എനിക്കൊരു 5 ദിവസത്തേക്കുള്ള മരുന്നുകൾ തന്നു. പൊടിയും ഗുളികയും ഒക്കെ ആയിട്ട് തന്നു. എന്നോട് പറഞ്ഞു കുറഞ്ഞുകൊള്ളും, വറി ചെയ്യേണ്ട, ഈ മരുന്ന് കഴിച്ചോളൂ, പിന്നെ സോൾട്ട് വാട്ടർ ഒന്ന് ഗഗിൾ ചെയ്താൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് ആ 5 ദിവസം ഒരു കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ല റിലീഫ് കിട്ടി. അത് പെട്ടെന്ന് തന്നെ അത് മാറി. അതിനെ തുടർന്ന് ഞാൻ മിക്കവാറും എന്റെ ചെറിയ പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതിയെ തന്നെയാണ് ആശ്രയിക്കാറ്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ സൈലീഷ്യ ഒക്കെ ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്, ഇപ്പം മെൻഷൻ ചെയ്ത്. പിന്നെ നക്സും എനിക്ക് വയറിനൊക്കെ ഞാൻ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ ഫുഡിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ഓയില്, മസ്റ്റാർഡ് ഓയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രോബ്ലം വരും. അപ്പോൾ എനിക്കൊരു വണ്ടർ മെഡിസിൻ ആയിട്ടാണ് തോന്നിയത്, ഈ സൈലീഷ് അതുപോലെ നക്സും ഒക്കെ. അപ്പൊ ഇപ്പോഴ് കുറെ ഹോമിയോപ്പതി മരുന്നുകളൊക്കെ ഫെമിലിയർ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു 1 year ബാക്ക് എന്റെ പെരുവിരലിന്റെ തമ്പിന്റെ മുകളിൽ ഒരു വാട്ട് വന്ന് ആ വാട്ട് അല്പം ഗ്രോ ചെയ്ത് പിന്നെ പെയിൻ വന്ന് ഒരു കൺസ്ട്രക്ഷൻ പോലെയൊക്കെ വന്ന സമയത്ത് എനിക്ക് നല്ല പെയിൻ. എനിക്കാണെങ്കിൽ 2-3 ആഴ്ചത്തേക്ക് വീട്ടിലേക്ക് വരാനും പറ്റുന്നില്ല. എന്റെ ഹോമിയോപ്പതി മെഡിസിൻ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു പ്രൊഫസർ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തെ ഞാൻ, ഡോക്ടർ കാലേഷ്, എന്റെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ വാട്ട് ഒരു നല്ല പെയിൻഫുൾ ആയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്, അതൊന്ന് മുറിക്കോ കരിക്കോ എന്തോ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് അങ്ങനെ ചെയ്താൽ ഇത് വീണ്ടും വരും, ഇതിന് ഒരു ബെസ്റ്റ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ തൂജ എന്നാണ്, ആ തൂജ കൊണ്ട് ഇത് മാറുമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ വൈഫിനെ വിളിച്ചു. അപ്പൊ പറഞ്ഞു വേറെ ഒന്നും ചെയ്യേണ്ട, തൂജ തരാം, തൂജ ടീച്ചറോ പിന്നെ കഴിക്കാനൊക്കെ തന്നു. എനിക്കത് സ്വാഭാവികമായിട്ടും ഒരാഴ്ചക്കുള്ളിൽ ആ കൺസ്ട്രക്ഷൻ ഗ്രോ ചെയ്ത് ആ വാട്ടങ്ങ് വീണു പോയി.
അപ്പോ ഇങ്ങനെ പല പിന്നെ റെമഡികളും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ കുട്ടികളൊന്നും എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് അലോപ്പതി മെഡിസിൻ അല്ലെങ്കിൽ മറ്റുള്ള മെഡിസിൻ കഴിച്ചിട്ടുള്ളത്. ഇല്ലാന്ന് തന്നെ പറയാം. വാക്സിൻ പോലും ഒന്നും എടുത്തിട്ടില്ല. അത് പിന്നെ ആ ഒരു കോൺഫിഡൻസ് വൈഫിനുള്ളത് കൊണ്ട് ഞാനത് 100% ഞാൻ എഗ്രി ചെയ്തു. ഒരു വാക്സിനും എടുത്തില്ല. അവസാനം കോവിഡ് വാക്സിൻ എടുക്കേണ്ടി വരുന്നു. പക്ഷേ കുട്ടികൾക്ക് ട്രാവൽ ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ട് കോവിഡ് വാക്സിൻ എടുക്കേണ്ട വളരെ നിർബന്ധ അവസ്ഥയുണ്ടായിരുന്നു. അവര് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാക്സിൻ എടുക്കാത്തതുകൊണ്ട് ഒരു പ്രാവശ്യം ഡിസ്ട്രിക്ട് കളക്ടർ ഒരു നോട്ടീസ് ഒക്കെ തന്നു. എക്സ്പെൽ ദം ഫ്രം സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് ഒക്കെ തന്നു. അപ്പൊ വൈഫ് കുറച്ച് വറീഡായി. ഞാൻ പറഞ്ഞു ആ നോട്ടീസ് മൈൻഡ് ചെയ്യേണ്ട, അതിനൊക്കെ വലിയ റെലവൻസ് ഒന്നുമില്ല, കളക്ടർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ സമയത്താണ് ഒരു ഹൈക്കോടതി വിധി വന്നത്. ഈ നിർബന്ധിത വാക്സിനേഷൻ ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ആ ഹൈക്കോടതി വിധിയൊക്കെ സംഘടിപ്പിച്ച് ഞാൻ കളക്ടർക്ക് കൊടുത്തു. അതോടുകൂടി ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. അപ്പോ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വീട്ടില് വൈഫിനും ഇതുപോലെ തന്നെ ഈ ചെറിയൊരു പ്രശ്നമൊക്കെ വന്ന സമയത്ത് ഞങ്ങള് ഈ പിന്നെ നാച്ചുറോപ്പതി, യോഗ, ഹോമിയോപ്പതി ഒക്കെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിരുന്നത്. അതിലും ഒരു 3 months കൊണ്ട് നല്ല റിലീഫ് കിട്ടി. ഇത് ഞങ്ങളുടെ അനുഭവമാണ്. അപ്പോ ഈ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഏതൊരു ജീവിക്കും അസുഖം വരാം. അത് മനുഷ്യന് മാത്രമല്ല, ഏതൊരു ജീവിക്കും അസുഖം വരാം. പക്ഷെ അത് അസുഖം വരുന്നതിന്റെ പുറകിൽ ഒരു റീസൺ ഉണ്ട്. സംടൈംസ് അത് ജെനറ്റിക്കൽ റീസൺ ആവാം. അതിന്റെ റെമഡിയൽ മെഷേഴ്സിനെ കുറിച്ച് ഞാനിപ്പം സംസാരിക്കുന്നില്ല. കാരണം വെച്ചാൽ ചിലത് ഒരു സിറ്റുവേഷൻ അല്പം ഇംപ്രൂവ് ചെയ്യുക, അല്ലെ പ്രൊലോങ് അതിന്റെ ഒരു എന്താ ഒരു ലക്ഷണങ്ങൾ പ്രൊലോങ് ചെയ്യാന്നല്ലാതെ ഒരു ജനറ്റിക് ഡിസീസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഇപ്പോഴ് ജീൻ തെറാപ്പിയൊക്കെ അഡ്വാൻസ് ചെയ്ത് വരുന്നുണ്ട്. അത് വേറൊരു വശം. പക്ഷേ മറ്റു പല അസുഖങ്ങളും നമ്മുടെ ഒരു മോശമായ ജീവിത രീതികൾ കൊണ്ടോ, അല്ലെ നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ആവാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, നേരത്തെ ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ മെൻഷൻ ചെയ്യുന്ന കേട്ടു. ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോ നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മള് ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഈ പരിസ്ഥിതി കാര്യങ്ങളിലൊക്കെ കുറച്ച് താല്പര്യമുള്ളതാണ്. അപ്പൊ ഞാൻ മിക്കവാറും പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ 3 ബേസിക് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്ലീൻ എയർ, ക്ലീൻ വാട്ടർ ആൻഡ് ക്ലീൻ ഫുഡ് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് അറിയാം ഇത് മൂന്നും ഇന്ന് നമുക്ക് എന്തുമാത്രം ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോ പിന്നെ മനുഷ്യനായിട്ട് മാത്രം ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ. നമ്മുടെ ഒരുപാട് ജീവജാലങ്ങൾ, മൈക്രോബ്സ്, ഈവൻ വൈറസ്, ബാക്ടീരിയ, ഫംഗൈ, മൈക്രോബ്സ്, അതുപോലെ തന്നെ മറ്റു ജീവികളെല്ലാം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഇത് നമുക്ക് ഇവയോടെല്ലാം ഒരു രമ്യതയിൽ, ഒരു കോഎക്സിസ്റ്റൻസോട് കൂടി മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റൂ എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ വൺ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പം കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ അതിന്റെ സോഴ്സിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് വന്നു. അപ്പോ ഇപ്പം പുതിയ വൈറസുകളുടെ ഒരു എമർജൻസിനെ കുറിച്ച് പറഞ്ഞു. ഇതിനൊക്കെ കാരണം ഒരു ബേസിക് റീസൺ പറയുന്നത്. മനുഷ്യരൊന്നും ഒരു ജീവി മാത്രമാണ് ഈ ബാലൻസ് തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പ്രകൃതിയുടെ ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കും. അപ്പൊ ഈ ബാലൻസ് അപ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇതിൽ സ്ട്രെസ്സായിട്ട് അത് ഫിസിക്കൽ, ഫിസിയോളജിക്കലോ സൈക്കോളജിക്കൽ സ്ട്രെസ് ഒക്കെ ആവാം. അത് വിവിധ ജീവികൾ ഉണ്ടാവും. ആ വിവിധ ജീവികളിൽ പ്രശ്നങ്ങൾ, ഇപ്പം ബാറ്റ്സിന്റെ കേസിൽ അതിന് സ്ട്രെസ് വന്നപ്പോൾ ചില വൈറസുകളൊക്കെ റിലീസ് ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മീഡിയയില്, അതുപോലെ തന്നെ റിസർച്ച് ഇതിലൊക്കെ ധാരാളം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, മനുഷ്യന് ജീവിക്കുന്നതിന് നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങൾ, നമ്മുടെ മൈക്രോബ്സ് എല്ലാറ്റിന്റെ ഒരു കണ്ടിന്യൂസ് ഇന്ററാക്ഷൻസിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ നമ്മൾ ഇതിന്റെ ഒക്കെ ഒരു ബാലൻസിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ഹെൽത്ത് ഉണ്ടാവും. വൺസ് നമ്മുടെ ഈ ബാലൻസിൽ ചെറിയ പോകുമ്പോൾ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റിന് പോകും. എനിക്കിവിടെ നെറ്റ്വർക്കിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളു. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഡിസ്കണക്ട് ആയി പോകുന്നു. സോറി, ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപ്പോൾ നമ്മുടെ ഏത് ചികിത്സാ രീതി തിരഞ്ഞെടുക്കണോ എന്നുള്ളത് വരുമ്പോഴാണ് നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം. അപ്പൊ അവിടെയാണ് പലപ്പോഴും ചില മെഡിക്കൽ സിസ്റ്റം മാത്രമാണ് എഫിഷ്യന്റ്, നോബിൾ. മറ്റുള്ള മെഡിക്കൽ സിസ്റ്റം
പിന്നെ അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നു. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേൾക്കാമല്ലോ, ബ്രേക്ക് ആവുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം. നമ്മൾ ഏത് മെഡിക്കൽ സയൻസ് തിരഞ്ഞെടുക്കണമെന്നുള്ളൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കാര്യം, ഏതൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആയാലും ആ ബ്രാഞ്ച് ഓഫ് സയൻസ് തനിയെ ഡെവലപ്പ് ചെയ്ത് വന്നതല്ല. മറ്റുള്ള എല്ലാ ബ്രാഞ്ച് ഓഫ് സയൻസിന്റെയും കോൺട്രിബ്യൂഷനോട് കൂടിയിട്ടാണ് മറ്റെല്ലാ ബ്രാഞ്ചുകളും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് ഏത് ബ്രാഞ്ചായാലും, ഇപ്പം മോഡേൺ മെഡിസിൻ, നമ്മളിപ്പം അലോപ്പതിക് മെഡിസിൻ സിസ്റ്റം ആണെങ്കിലും അതിൽ എല്ലാത്തിന്റെയും കോൺട്രിബ്യൂഷൻ, ഫിസിക്സിന്റെ ആയാലും നമ്മുടെ മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾസ് പലപ്പോഴും ഫിസിക്സ് മാത്തമാറ്റിക്സിന്റെ കോൺട്രിബ്യൂഷൻ ആവാം, കെമിസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ, ഫാർമക്കോളജി, അതുപോലത്തെ നമ്മുടെ ലൈഫ് സയൻസസ്, അതർ ബ്രാഞ്ച് ഓഫ് ലൈഫ് സയൻസസ്, നമുക്ക് വിവിധ പ്ലാന്റ്സിനെ കുറിച്ച്, അനിമൽസിനെ കുറിച്ചും ചിലപ്പോൾ അതിന്റെ കൃത്യമായ ഐഡന്റിറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ അതിന്റെ ടാക്സോണമിയെ കുറിച്ച് ഒരു ബയോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ടാക്സോണമിസ്റ്റിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പൊ ഫാർമക്കോളജിസ്റ്റിന്റെ അതിന്റെ എന്താണ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്, ചിലപ്പോൾ ഫാർമക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് നമുക്ക് എല്ലാ ബ്രാഞ്ചിനും അത് നമുക്ക് അത്യാവശ്യമാണ്. അതിൽ പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് ഒരു മറ്റുള്ള ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെ, ഇപ്പൊ പലപ്പോഴും ഞാൻ കേട്ടുവന്ന ഹോമിയോപ്പതി എഫിഷ്യന്റ് അല്ല, അല്ലെങ്കിൽ അത് പ്രൂവൺ അല്ല എന്നുള്ളതൊക്കെ പലപ്പോഴും അത് ചിലപ്പോൾ ആയുർവേദത്തെ കുറിച്ചും അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതില് ചിലപ്പോഴൊക്കെ ഞാനൊരു ഒരു TV നമ്മുടെ സംവാദത്തില് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നു. അന്ന് വലിയൊരു സംവാദം നടന്നിട്ടുണ്ട്. അതിൽ ഹോമിയോപ്പതിക്ക് എഗെയിനിസ്റ്റ് ആയിട്ട് IMAയുടെ ഒരു പ്രശസ്ത ഭാരവാഹി വളരെ അലിഗേഷൻസ് പല കൺട്രീസിൽ നിരോധിച്ചാണ്, തെറ്റായ പല അലിഗേഷൻസ് ഒക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഡോക്ടർ ഫസൽ പറഞ്ഞപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞിരുന്നു, ആയുർവേദിക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഇതുപോലെ ഒരു അലിഗേഷൻ ഒരു ഡോക്ടർ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു, എന്റെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് എനിക്ക്. അത് കാരണം വെച്ചാൽ എനിക്ക് ഒരു പുറംവേദന വന്നപ്പോൾ, അത് സ്പൈനൽ കോഡിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ കോട്ടക്കൽ ആയുർവേദ വൈദ്യശാലയിൽ ഏകദേശം പുള്ളി 1 മാസമോ 40 ഡേയ്സോ ചെന്ന് കിടന്ന് പുള്ളിക്ക് അത് റിലീഫ് വന്നു എന്നുള്ളത്. അപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം റിലീഫ് അല്ലെ ആ ഒരു വിഷമതയില് അല്ലെങ്കിൽ ഒരു ഒരു അനാരോഗ്യ പ്രശ്നത്തിൽ നിന്നുള്ള ഒരു കരകയറല്, അതായത് ആ രോഗം മാറുക എന്നുള്ളതാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ അതില് നമ്മൾ ഏതാണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസ്, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും യൂസ്ഫുൾ ആയ ഹെൽപ്ഫുൾ ആയ, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇപ്പൊ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച് ഒരുപാട് നമ്മളിപ്പം ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്, നമ്മുടെ അവയറുമാണ്, നമ്മുടെ മീഡിയയിലൊക്കെ ധാരാളം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ട് പിന്നീടുള്ള ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നും അവെയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പാരസിറ്റമോൾ പോലുള്ള പല മെഡിസിനുകൾ കഴിക്കുമ്പോൾ പലപ്പോഴും അത് അൺവാണ്ടഡ് ആണെന്ന് അലോപ്പതിക് മെഡിസിൻ ഉള്ളവർ തന്നെ പറയുന്നു. അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് മറ്റുള്ള മെഡിക്കൽ സയൻസിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്താണ് കുഴപ്പം? അതേസമയം മോഡേൺ മെഡിസിൻ ആവശ്യമായ ഘട്ടങ്ങൾ അതാവാം. നിങ്ങൾക്ക് ഒരു ഇമ്മീഡിയറ്റ് സർജറി, നമ്മുടെ ഇപ്പം ഒരു ആയുർവേദ ഡോക്ടറോ ഹോമിയോ ഡോക്ടറോ ആ പെർട്ടിക്കുലർ ഒരു പ്രിസൈസ് സർജറിക്ക് കോമ്പീറ്റന്റ് അല്ല, അല്ലെങ്കിൽ ട്രെയിൻഡ് അല്ല എങ്കിൽ ഓക്കെ, അത് കോമ്പീറ്റന്റ് അയാൾ ചെയ്തോട്ടെ. പക്ഷെ അതിന്റെ മെഡിസിൻ പാർട്ട്, ഇനിയിപ്പോ ഞാനൊരു മേജർ സർജറി കഴിഞ്ഞിട്ട് ആ ഡോക്ടറോട് ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഡോക്ടർ തന്നെ പറഞ്ഞു ഓക്കെ, ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞൊരു അനുഭവം എനിക്കുണ്ട്. അപ്പൊ അത് അദ്ദേഹം എന്താണ് മോഡേൺ മെഡിസിന്റെ അങ്ങേയറ്റം വരെ സഞ്ചരിച്ച ഒരു ഡോക്ടറാണ്, അത്രയും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിന് ഒരു റിലീഫ് കൊടുക്കുക എന്നുള്ളതാണ്. റിലീഫ് കൊടുക്കുക എന്നുള്ളത് രണ്ട് രീതിയിൽ നമ്മൾ ടേക്കപ്പ് ചെയ്യണം. അത് റിലീഫ് കൊടുക്കാൻ നമ്മൾ ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്താൽ മാത്രം പോരാ, അത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. എല്ലാ കാര്യങ്ങളും ഇന്ന് സയന്റിഫിക്കലി പ്രൂവൺ ആയിരിക്കണം. അതിനാണ് നമ്മൾ മോഡേൺ ഡയഗ്നോസ്റ്റിക് കിറ്റ് ഉള്ളത്. ഒരു പേഷ്യന്റ് നമ്മുടെ മുന്നിൽ ദിസ് ഇസ് യുവർ പ്രോബ്ലം, അതിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, സർട്ടൻ കോഴ്സ് ഓഫ് മെഡിസിൻ, രോഗ റിലീഫായി നമ്മൾ അടുത്ത കഴിഞ്ഞപ്പോഴുള്ള ആ ചേഞ്ചസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള ഒരു മാക്സിമം ഹോമിയോപ്പതി എനിക്ക് തോന്നി ഇപ്പൊ എല്ലാ ഡോക്ടർമാരും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ ഏത് ബ്രാഞ്ചിലായാലും ഇങ്ങനെയുള്ള കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് അല്ലെങ്കിൽ റിസർച്ച് ആക്ടിവിറ്റീസ് കൂടുതൽ
സാറിന്റെ നെറ്റ് ഒന്ന് പോയിട്ടുണ്ട്. റേഞ്ച് കുറവാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ അതിനകത്ത് ഓഡിയോ ഡിസ്കണക്ട് ആണെന്നേ ഉള്ളൂ. ഉണ്ട്, ലിസ്റ്റിലുണ്ട്. സോറി, ഇവിടെ എനിക്ക് ഒരു പൂർ നെറ്റ്വർക്ക് ഉള്ള ഏരിയ ആണ്. ഞാൻ ഇന്നിപ്പോ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ വന്നു. കേൾക്കാമല്ലേ? സാർ ഉദ്ഘാടനവും കൂടെ അത് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരു 1 or 2 minutes ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ സാർ. അപ്പോ ലൈക്ക് നമ്മുടെ ഏത് ബ്രാഞ്ച് ഓഫ് സയൻസിന്റെ അഡ്വാൻസ്മെന്റ് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. മോഡേൺ ടൈംസിൽ നമുക്ക് അതിനനുസൃതമായ നമുക്ക് എല്ലാ മീൻസും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അത് മാക്സിമം നമ്മുടെ ആ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സിന്റെ അതർ ബ്രാഞ്ച് ഓഫ് സയൻസസ് മാക്സിമം നമ്മൾ ഹോമിയോപ്പതിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ആക്ഷേപങ്ങള് നമുക്ക് കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇതിനിടെ നമ്മുടെ ഒരു സുഹൃത്ത് സംവാദത്തിൽ ഞാൻ പറഞ്ഞു, ഒരു എംടെക് മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയത് നമ്മൾ 2 വർഷം മുന്നേ കണ്ടതാണ്. ഇറ്റ് ഈസ് ഹിസ് പാഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ശേഷമാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ജസ്റ്റ് ഇപ്പം മറന്നുപോയി, അദ്ദേഹം ന്യൂറോ സയൻസസിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു റിസർച്ച് ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് മാറിയത്. അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ചത്, അദ്ദേഹത്തിന് മെഡിസിനിൽ വാട്ട് ഈസ് ഹിസ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് എൻ എംടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ചേഞ്ചിങ് സിറ്റുവേഷൻസ്. അപ്പോ നല്ലൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് മെഡിസിനിൽ, ഏത് മെഡിസിനിലായാലും, ഇത് ഹോമിയോപ്പതി ആയാലും ആയുർവേദ ആയാലും മോഡേൺ മെഡിസിൻ ആയാലും മനുഷ്യൻ അനാട്ടമി ആയാലും ഫിസിയോളജി ആയാലും എല്ലാം അതുകൊണ്ട് തന്നെ നമുക്കുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഈ നമ്മുടെ മറ്റു ബ്രാഞ്ച് ഓഫ് സയൻസിൽ എല്ലാ ഡെവലപ്മെന്റും ഹോമിയോപ്പതി സിസ്റ്റത്തിലേക്കും നമ്മുടെ അപ്ലൈ സിസ്റ്റം ഓഫ് മെഡിസിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അതിൽ കൂടുതൽ ശ്രമം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 12:50 മലയാള വാർത്തയിൽ, പ്രാദേശിക വാർത്തയിൽ ആദ്യത്തെ ന്യൂസ് ഇതായിരുന്നു. അതായത് പ്രസിഡന്റ് ദ്രൗപദി മുർമു 2 days ഹോമിയോപ്പതിക് സിമ്പോസിയം ഇനാഗുറേറ്റ് ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ വാർത്ത. മീൻസ് അതിനുള്ള ഒരു അതിനുശേഷം ഉള്ള നാഷണൽ ന്യൂസിലൊക്കെ അത് വളരെ റെലവെന്റ് ആയിട്ട് അത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. മീൻസ് ഇത് ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ആക്സെപ്റ്റബിൾ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ ഈ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് 1317ാമത്തെ ഒരു വെബിനാറാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് തന്നെ, നിങ്ങൾ എന്തുമാത്രം എഫേർട്ട് ഇതിലെടുക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. സന്തോഷം സാർ. എന്തായാലും സാറിനെ പോലെ ഒരു ഹോമിയോപ്പതി അനുഭവം കൊണ്ടും അറിവ് കൊണ്ടും ഇത്രയും ഹോമിയോപ്പതിയെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്ന സാറിനെ പോലെ ഒരാളിനെ നമുക്ക് ഉദ്ഘാടനത്തിനും 2 വാക്ക് സംസാരിക്കാനും കിട്ടിയത് വളരെ വളരെ സന്തോഷം സാർ. അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇസ്മായിൽ സേട്ടൻ സാറിന്റെയൊക്കെ പ്രസംഗം, സാർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സാർ തുടരുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് അധ്യക്ഷ പ്രസംഗമാണ്. നമ്മുടെ IFPHന്റെ എല്ലാമായ ഇസ്മായിൽ സേട്ട് സാറിനെ ഞാൻ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കും. നമസ്കാരം. സമയം വളരെ ദീർഘിച്ചിരിക്കുകയാണ്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തോട് കിടക്കുന്നില്ല, കാരണം എല്ലാവരെയും മുഷിപ്പിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, അവസാനത്തെ കണ്ണിയാണ്. 10 മിനിറ്റ് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം മറ്റേ ഹിന്ദിയിൽ നടത്തുമ്പോൾ ഇംഗ്ലീഷുകാരന് സമയം കിട്ടൂല. ഇംഗ്ലീഷ് തുടങ്ങി താമസിച്ചാലേ മലയാളം കിട്ടും. മലയാളം ലാസ്റ്റ് ആയതുകൊണ്ട് 10-15 മിനിറ്റ് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. ദിനേശ് ഡോക്ടർ പറഞ്ഞ പോലെ, കാരണം ഇത് ഉൾക്കളെ മനസ്സിലാക്കിയാൽ മാത്രമേ ഹോമിയോപ്പതിയുടെ ഉൾക്കാമ്പ് കണ്ടെത്താൻ പറ്റുകയുള്ളൂ.
ഹോമിയോപ്പതി ഉൾക്കാമ്പ് കണ്ടെത്തണമെങ്കിൽ കുറച്ച് വിവരം വേണം. വിവരം മാത്രമല്ല സൂക്ഷ്മമായ ഒരു ദൃശ്യോട് നോക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ എല്ലാവർക്കും. ഞാനിപ്പം എന്റെ സിസ്റ്റം അല്ലെ ഹോമിയോപ്പതി സിസ്റ്റം ഏറ്റവും ബൃഹത്താണെന്ന് ഞാൻ പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അതല്ല ശരി. എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ നൈപുണ്യതയുണ്ട്, എല്ലാവർക്കും ഓരോ തരത്തിലും ഉപകാരങ്ങളുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ തന്നെയാണ് പ്രിൻസിപ്പിൾ പ്രകാരം ഒരു പ്രകൃതി നിയമത്തിനനുസരിച്ച് വിശദമായിട്ട് ഹോമിയോപ്പതി മാത്രമേ ഉള്ളൂ ചികിത്സയ്ക്ക് ഒരു എന്താ പറയുക യോഗ്യതയുള്ളത്. ശരിയായ ചികിത്സയ്ക്ക് യോഗ്യത ഉള്ളത് ആ പ്രിൻസിപ്പിൾ പ്രകാരമുള്ളത് മാത്രമേ ഉള്ളൂ. സിമിലിയ, സിമിലിബസ്, കൂടെ ആൻഡോർ, സിമിലി മാത്രമേ അതിനനുസരിച്ച് ചെയ്യാവുള്ളത്. അത് ലോകത്തിന് തിയറിയാണ്. ഉഷ്ണം, മുഷൻ, ശാന്തി എന്നൊക്കെ പറയാറില്ല, പഴയ നിക്കൊണ്ടിൽ പറയാറുണ്ട്. അതുപോലെയുള്ള ചികിത്സാ പദ്ധതി ഹോമിയോപ്പതിയാണ്. ഹോമിയോപ്പതിക്ക് ഒരുപാട് വണ്ടേഴ്സ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ മറ്റാർക്കും ചെയ്യാൻ പറ്റുന്നില്ല പറയുന്നില്ല, ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിന്തിക്കാത്ത ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞ ഈ 76 വയസ്സായി എനിക്കാണ് ചില ആക്ഷൻ കാണുമ്പോഴേക്ക് ഇന്നും അതിശയം തോന്നാറുണ്ട് എന്താ സംഭവിച്ചെന്നുള്ളത്. അതിന് ഒരു ക്ലാസ് തന്നെ വേണ്ടി വരും. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും എനിക്ക്. ഞാൻ അതിന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തുനിയുന്നതാണെന്ന് ഞാൻ ഇപ്പോഴേ ബാക്കിയാണ്. ഒരു 2 മണിക്കൂർ നീ കിട്ടുകയാണെങ്കിൽ ഇപ്പോഴേ ചില വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഹോമിയോപ്പതി കൊണ്ട് ചികിത്സ കൊണ്ട് സാധിക്കുന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായ കാര്യമാണ്, സത്യമായ കാര്യമാണ്. അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അലോപ്പതി ഡോക്ടർമാർ തന്നെ സംബന്ധിച്ചുള്ള ചികിത്സ ആയുർവേദക്കാര് സംബന്ധിച്ച പല ചികിത്സകളുണ്ട്. നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. എങ്കിൽ തന്നെയാണെങ്കിൽ നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല. കാരണം അവരും അണ്ണാൻ കുഞ്ഞും തന്നാലായി എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ ഗുണങ്ങളുണ്ട്. അത് പറയാൻ പറ്റില്ല. ഇവർ നമ്മളായിരിക്കും അണ്ണാൻ കുഞ്ഞ്, അല്ലെങ്കിൽ വേറെ ആരായിരിക്കും അണ്ണാൻ കുഞ്ഞ്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് ഒരു ജനങ്ങളുടെ ഒരു പ്രതിബദ്ധത കിട്ടുള്ളൂ, രോഗികളുടെ വിശ്വാസം ഉണ്ടാവുള്ളൂ, ഉള്ളൂ. ദൈവത്തിന് കൃപയും ഉണ്ടാവുള്ളൂ. ദൈവവിശ്വാസികളാണ് നമ്മളെല്ലാവരും. ഞാൻ ഒരു കാര്യം മറന്നുപോയി, ഈദ് മുബാറക്ക് പറയാൻ മറന്നുപോയി. എല്ലാവർക്കും IAPയിൽ എല്ലാ മെമ്പർമാർക്കും ഈദ് മുബാറക്ക്. കാരണം ഞാൻ പലർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചിലർക്ക് അയക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എങ്കിൽ തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല. അദ്വൈത പ്രശ്നത്തിന് ഇതിൽ കൂടുതലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇനി നമുക്ക് ഒരു 21 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ നിയമപ്രകാരം. അത് വേണമെങ്കിൽ 31 41 ഒക്കെ ആകാം, കുഴപ്പമൊന്നുമില്ല. ദൈർഘ്യം മുന്നോട്ട് പോകാം. ഇടയ്ക്ക് ഞാൻ സംസാരിച്ചു കൊള്ളാമെന്നുള്ള വാഗ്ദാനത്തോടെ ഞാൻ എൻ്റെ അദ്വൈത പ്രസംഗം ഉപസംഹരിക്കുന്നു. നമസ്കാരം. സന്തോഷം സാറേ, സാറിന്റെ നല്ല വാക്കുകൾക്ക്. മനോജ് നാരായണൻ സാർ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ മനോജ് നാരായണൻ, പ്രൊഫസർ, ശാരദാകൃഷ്ണ ഹോമിയോ മെഡിക്കൽ കോളേജ്. സാറിനെ ഞാൻ സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ക്ഷണിക്കും. മനോജ് നാരായണൻ സാർ ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. അതാണ്ട് എത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല. റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന്. വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. വീഡിയോ ഓൺ ആക്കും പ്ലീസ്. അല്ല, സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങാനും ഒരു അല്പം വീഡിയോ വെക്കുകയാണെങ്കിൽ ഒരു ഫെമിലിയർ ഫേസ് കിട്ടിയാൽ നമുക്ക് കുറച്ച് നന്നായിരിക്കും സംസാരിക്കാനേ. തുടങ്ങിക്കോളൂ. മനോജ് ഡോക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയി. നമ്മുടെ വിദ്യാരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ സേട്ട് സാറിന്റെ ഉൾപ്പെടെയുള്ള നമ്മുടെ മാതൃസ്ഥാപനത്തിന്റെ അതിന്റെ ഉടമസ്ഥനായിരുന്നു മനോജ് നാരായണ ഡോക്ടർ അപ്പൂപ്പൻ ഡോക്ടർ കൃഷ്ണപിള്ള. അങ്ങനെ ഹോമിയോപ്പതിയുടെ മഹത്തായ പാരമ്പര്യം പേർന്ന ഒരാൾ കൂടിയാണ് ഡോക്ടർ മനോജ് നാരായണൻ. തുടങ്ങിക്കോളൂ മനോജ്. ഒരു മിനിറ്റ്. സാറിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഗോപകുമാർ ഡോക്ടറുടെ ഒരു പാട്ട് പാടിയാൽ കൊള്ളാം. പ്രസംഗം തന്നെ കേട്ടോണ്ടിരിക്കുമ്പോഴേ മനോജ് ഡോക്ടർ ഒന്ന് തുടങ്ങി.
സ്ക്രീൻ വിസിബിൾ ആണ്, തുടങ്ങിക്കോളൂ. എനിക്ക് ഈ അവസരം തന്ന IFPH ഭാരവാഹികൾക്ക് ആദ്യം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഹനുമാൻ എന്ന മഹത്തായ ഓഡിയോ ഇത്തിലൂടെ ഒന്ന് കൂട്ടാമോ? ഇന്ന് ഹനുമാൻ എന്ന മഹത്തായ വ്യക്തിക്ക് കുറിച്ച് പ്രതിപാദിക്കാൻ തന്ന അവസരം ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഹനുമാൻ ജനിക്കുന്നത് 10 ഏപ്രിൽ 1755. സാർ സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നു. ഇപ്പൊ കേൾക്കുന്നു. ശരി. അപ്പോൾ ഹനുമാനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദിവസമാണ്, ഹനുമാന്റെ ജന്മദിനമാണെന്ന് എനിക്ക് അവസരം തന്ന IFPH പ്രവർത്തകരോട് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യം തന്നെ പറയുന്നു. ഇന്ന് വേൾഡ് ഹോമിയോപ്പതിക് ഡേ ആണ്. ഇതാണ് ഹനുമാൻ ജനിച്ച സ്ഥലം, വീട്. ഹനുമാൻ ബാപ്റ്റിസം നടത്തിയത് 11 ഏപ്രിൽ 1755 അക്കോർഡിംഗ് ടു ദ ഡേറ്റാസ് ദാറ്റ് ഇസ് അവൈലബിൾ ഇൻ ദ ബാപ്റ്റിസമൽ രജിസ്റ്റർ ഓഫ് മേസൺ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ക്രിസ്ത്യൻ ഗോഡ്ഫ്രീഡ് ഹനുമാൻ ഒരു പെയിന്ററായിരുന്നു, പോർസലിൻ പെയിന്ററായിരുന്നു. അമ്മ ജോഹന ക്രിസ്റ്റീന ബോൺ സ്പീസ്. ആൻഡ് പാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹം M. ജൂൺ ഹാനസുമായിരുന്നു. ലുത്തേറിയൻ ചർച്ചാണ്. ആൻഡ് അച്ഛൻ 1787 മരിക്കുകയാണ്. അച്ഛൻ്റെ അഡ്വൈസ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അത് ഉപകരിച്ചിട്ടുണ്ട്, അത് അദ്ദേഹം ഫോളോ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. The first one is to live and to act without pretense or show was his most noteworthy precept, and his examples were even more impressive than his words. He was always present, though often unobserved in body and soul, wherever any good was to be done. In this act, he discriminated with the utmost nicety between noble and the ignoble. And he ഇത് മലയാള സെഷനാണേ. മലയാളത്തിൽ സാർ പറഞ്ഞു പോയാൽ മലയാളം വേണം. അതെ അതെ അതെ, ഇത് മലയാള സെഷനാണ്. സാർ കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹ ജീവിതത്തിൽ ഈ കാര്യങ്ങളുടെ അഭാവം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അഡ്വൈസ് അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഡ്വൈസ് സഹായിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടിയായിരുന്നു ഞാൻ ഈ ഒരു സ്ലൈഡിൻ്റെ ആവശ്യം. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ മുതിർന്നവരെല്ലാവരും ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകുമ്പോൾ എങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരെയും ബഹുമാനിക്കാൻ കുട്ടികൾക്ക് ഒരു അവസരം നൽകുന്നു എന്നുള്ള ഒരു ചോദ്യം, അത് അവർക്ക് ശരിയായ ഉപദേശങ്ങൾ കൊടുത്താൽ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അതിനാണ് ഞാൻ ഈ സൈഡ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, അദ്ദേഹം മേസൺ സ്കൂളിലാണ് പഠിച്ചത്, പബ്ലിക് സ്കൂളാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ സ്ഥലങ്ങളിൽ ഗ്രീക്ക്, ലാറ്റിൻ മുതലായ യൂറോപ്യൻ ക്ലാസിക്കൽ ലാംഗ്വേജുകൾ പഠിച്ചു. അതിനുശേഷം പ്രൈവറ്റ് സ്കൂൾ 16-ാമത്തെ വയസ്സിൽ പ്രൈവറ്റ് സ്കൂൾ പഠിച്ചു. അവിടെ പല ഭാഷകളും, ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഗ്രീക്ക്, ഹെബ്രിയു, ലാറ്റിൻ, അറബിക് മുതലായ ഭാഷകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചതാണ്. ആ സമയത്ത് തന്നെ സയൻസും മെഡിസിൻ മുതലായ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം ജനിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രത്യേകതയായി കാണപ്പെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഷയങ്ങൾ, അതിലാവശ്യമായുള്ള വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ
അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ അദ്ദേഹത്തിനെ സഹായിച്ചു എന്നുള്ളത്. അദ്ദേഹം സ്കൂളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹം ദ വണ്ടർഫുൾ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ഹാൻഡ് എന്ന ഒരു എസ്സേയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1775 അദ്ദേഹം ലീപ്സിക്കിലോട്ട് പോവുകയാണ് മെഡിസിൻ പഠിക്കാനായി. 20 താലസ്, അതൊരു $15 എന്നൊരു കണക്കിലോട്ട് എത്തുന്നു. അവിടെ അദ്ദേഹം പോയി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള പൈസയുടെയും പ്രയാസങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ നിപുണത കൊണ്ട് നേടിയിട്ടുള്ള ഭാഷയെ ഉപയോഗിച്ച് അദ്ദേഹം അത് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അതുവഴി ജീവിക്കാനുള്ള ഒരു മാർഗമായി അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനം അദ്ദേഹം തന്നെ ആവശ്യമുള്ള പണം ഉണ്ടാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു വിഷയമാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് കിട്ടുക. നമ്മുടെ ഹോമിയോപ്പതിക് സ്കൂളുകളിൽ ഉള്ള ഏറ്റവും വലിയൊരു പ്രയാസം നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് കിട്ടുന്നുണ്ടോ അതോ വെറും തിയറിറ്റിക്കൽ ആയിട്ടുള്ള നോളജ് ആണോ എന്നുള്ളൊരു പ്രശ്നം. അത് ഹനുമാനും അവിടെ ഫേസ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം അവിടുന്ന് മാറി വീണയിലോട്ട് വരും. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് പഠിക്കാനും കൂടുതൽ ക്ലിനിക്കൽ നോളജ് ഏൽക്കാനുമുള്ള അവസരമുണ്ടായി. അവിടെയും ഒരു ഗുരു എത്തുന്നു. വിദ്യാഭ്യാസം സ്കൂളിൽ രജിസ്റ്റർ ഉള്ളതുപോലെ ഇവിടെ ലീബേർട്സ് വോൺ കൊറൈൻ എന്നുള്ള ഫിസിഷ്യൻ്റെ സഹായത്തോടു കൂടി പ്രാക്ടിക്കൽ നോളജ് ഓഫ് മെഡിസിൻ്റെ അത് കിട്ടുന്നു. അത് അദ്ദേഹത്തിന് വളരെ സഹായകരമായി മാറി. അവിടുന്ന് അദ്ദേഹം വീണ വിട്ട് അദ്ദേഹം വേറൊരു മേഖലയിലോട്ട് പോവുകയാണ്. മേഖല എന്ന് പറഞ്ഞാൽ ലൈബ്രറിയൻ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ കരുതാം. കാരണം ആ ലൈബ്രറിയിൽ പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മുടെ വെസ്റ്റേൺ ആസ് വെൽ ആസ് ഈസ്റ്റേൺ ഓക്സിഡൻ്റൽ ഭാഷയിലുള്ള വിജ്ഞാനം അവിടെ അവൈലബിൾ ആയിരുന്നു. അവിടെ അദ്ദേഹം കുറേ നാൾ കഴിഞ്ഞ് പല ഭാഷകൾ പഠിക്കുകയും അദ്ദേഹത്തിന് ബാക്കി മറ്റുള്ള രാജ്യങ്ങളിൽ ഉള്ള സ്ഥലങ്ങളിലുള്ള നോളജ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡോക്ടർ ഓഫ് മെഡിസിൻ എന്ന ഡിഗ്രി 10th ഓഗസ്റ്റ് 1799 കിട്ടുന്നു. ഈ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഓരോരുത്തരെ പോലെ അദ്ദേഹവും പ്രാക്ടീസിലോട്ട് ഇറങ്ങും. 1780 ഗെറ്റ് സ്റ്റാർട്ട് ഇൻ മാൻസ്ഫോർഡ് ടെറിട്ടറി. ദെൻ അവിടുന്ന് ദസാവിലോട്ട് പോകും. അപ്പോൾ അവിടെയും അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന പ്രാക്ടീസ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കെമിസ്ട്രിയിലുള്ള അദ്ദേഹത്തിൻ്റെ അതിയായ താല്പര്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യം കെമിസ്ട്രിയും അതിലെ മൈൻഡിലുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാറുകയാണ്. അവിടുന്ന് പിന്നെയും അദ്ദേഹത്തിന് അവിടെയും നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്, ഗോമൺ. അവിടെയും അദ്ദേഹത്തിന് ഹോമിയോപ്പതിക് ഒരു മെഡിക്കൽ പ്രാക്ടീസിന് ആവശ്യമായിട്ടുള്ള സാഹചര്യവും അവിടെയുള്ള ജനങ്ങൾക്ക് ആരോഗ്യത്തിനെ കുറിച്ച് ബോധ്യം ഇല്ലാത്തതിൻ്റെ കാരണത്താൽ അദ്ദേഹത്തിന് അവിടെയും ഒന്നും ഒരു പ്രാക്ടീസ് എന്നുള്ള നിലയിൽ ഒന്നും ലഭിക്കുന്നില്ല. 1783 ഡിസംബർ 1 അദ്ദേഹത്തിൻ്റെ വൈവാഹിക ജീവിതത്തിൽ പോകുന്നു. അത് അവിടുത്തെ അപ്പൂത്തിക്കാരിയായിരുന്ന ഹേസ്ലറിൻ്റെ മകളുടെയാണ്, സ്റ്റെപ്പ് ഡോട്ടറാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവർ ഒരു മാർച്ച് 31, 1830 മരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 1785 ഡ്രസ്ഡനിലോട്ട് വരുന്നു. അവിടെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ നല്ല അവസരങ്ങൾ കിട്ടുകയും അവിടെയുള്ള സിറ്റി ഫിസിഷ്യൻ വാഗ്നറുമായിട്ട് കൂടി ചേർന്ന് പലതരത്തിലുള്ള പ്രായോഗികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്താനും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു.
അത് അദ്ദേഹത്തിന് വളരെ സന്തോഷം നൽകിയ ഒരു സമയമാണ് ഈ 1785 സമയം. ഒരു 4 വർഷം അദ്ദേഹം വളരെ സന്തോഷമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 9 കുട്ടികൾ, 11 കുട്ടികളാണ്. അതിൽ 9 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. സോ അദ്ദേഹത്തിന് പ്രാക്ടീസ് കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത ട്രാൻസ്ലേഷൻ എന്നുള്ള വർക്കും കൂടെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. പക്ഷേ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം നമ്മുടെ അഫോറിസം 1-ൽ പറഞ്ഞിരിക്കുന്നത് പോലെ physician's high and only mission is to restore the sick to health, to cure as it is termed. അത് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അത് അദ്ദേഹത്തിന് പലപ്പോഴും പ്രയാസം ഉണ്ടാക്കിയിരുന്നു. സാർ ഒന്ന് സ്പീഡാക്കണേ സാർ. അത് എളുപ്പത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് അസുഖങ്ങൾ അപ്പോഴുള്ള മരുന്നുകൾ കൊണ്ട് തീരുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹം ആ മരുന്നുകളുടെ എണ്ണം കുറച്ചു, അളവ് കുറച്ചു. അതുപോലെ ബാക്കിയുള്ള ഹാർംഫുൾ പ്രാക്ടീസ് ഒഴിവാക്കി ഡയറ്റും എക്സസൈസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ ഓഫ് ലോ ഓഫ് സിംബിയസ് ഡിസ്കവർ ചെയ്യുന്നു. അതിനുള്ള സിങ്കോണ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സിങ്കോണ അദ്ദേഹം എടുക്കുന്നു, അതിൽ സിംറ്റംസ് ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രിൻസിപ്പിളിനെ അറിയുന്നു. ഇദ്ദേഹം എഡിൻബറയുടെ ഫിസിഷ്യൻ്റെ ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന അസ്റ്റ്രിഞ്ചന്റ് പ്രോപ്പർട്ടി എന്ന് പറയപ്പെടുന്ന കാരണം കൊണ്ടാണ് ഈ അസുഖം മാറ്റുന്നത് അല്ല എന്ന് അദ്ദേഹം എക്സ്പെരിമെന്റോടുകൂടി അത് തെളിയിക്കുകയും ചെയ്തു. നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഫാദറിലോ അപ്പോത്തിക്കേരി ആണെങ്കിലും അദ്ദേഹത്തിന് ജീവിതകാലം മുഴുക്കെ ആ വംശത്തിനോട് തന്നെ എതിരിടേണ്ടി വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു സാധ്യത. എപ്പോഴും അദ്ദേഹത്തിന് ഈ അപ്പോത്തിക്കാരിയായിട്ട് എപ്പോഴും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. 1810 ഓർഗനോൺ ഫസ്റ്റ് എഡിഷൻ ഉണ്ടാവുന്നത്. അവിടെയാണ് നമ്മുടെ ഫിലോസഫിയെ കുറിച്ചുള്ള വളരെ വ്യക്തമായി എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എന്താണ് അസുഖം, എങ്ങനെ അസുഖത്തിനെ നമ്മൾ കാണണം, ഏത് തരത്തിൽ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ പ്രിന്റ്. അതിലും യുദ്ധം പലപ്പോഴും പ്രയാസം ഉണ്ടാക്കുന്നവയാണെങ്കിലും ആ യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് നമുക്ക് ഹോമിയോപ്പതിയുടെ റെലവൻസ് കൂടുതൽ കൊണ്ടുവരാൻ കഴിഞ്ഞതും. അവിടെ നെപ്പോളിയൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ടൈഫസ് എപ്പിഡമിക് വരികയും അതിനുള്ള മരുന്ന് നൽകുകയും ഹോമിയോപ്പതിക്ക് നല്ലൊരു പേര് കിട്ടുന്നതും ആ സമയത്താണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കാനുള്ള താല്പര്യം, ഹോമിയോപ്പതിയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ, അദ്ദേഹം ലീപ്സിക് യൂണിവേഴ്സിറ്റി, അദ്ദേഹത്തിന്റെ പഴയ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു. അദ്ദേഹത്തിന്റെ പേര് റേജിങ് ഹറിക്കൻ എന്നാണ്. അദ്ദേഹം പലപ്പോഴും വളരെ തീഷ്ണതയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ പുതിയ സിസ്റ്റത്തിന് വേണ്ടി വാദിക്കുകയും മറ്റുള്ളവരോട് അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ വളരെ തീവ്രതയോടെ നടന്നിരുന്നു. പിന്നെ പബ്ലിക്കേഷൻസ് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയ മെഡിക്ക ക്യൂറ ഉണ്ട്, ക്രോണിക് ഡിസീസസ് ഉണ്ട്, ആൻഡ് ഓർഗനോൺ ഓഫ് മെഡിസിൻ, ഫ്രാഗ്മെന്റ ഡി വീർഗസ്. ഇതിന്റെ കോളറയുടെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമായ റിസൾട്ട് ഹോമിയോപ്പതിക്ക് മാത്രമേ അന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ സെക്കൻഡ് മാരേജ്, മെലനി ഡി ഹെർവെല്ലി, അത് കഴിഞ്ഞിട്ട് അവർ 6 മാസത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് മാറുകയും കല്യാണം കഴിച്ച് പാരീസിൽ പോയി സെറ്റിൽ ചെയ്യുന്നു. ആൻഡ് ഹി ഡൈസ് അൾട്ടിമേറ്റ്ലി അറ്റ് July 2nd, 1843 at the age of 88. അസുഖം ഡയഗ്നോസ് ചെയ്യുന്ന ബ്രോങ്കൈറ്റിസ് ആണ്. ആദ്യം അദ്ദേഹത്തിനെ മോണ്ടിമറിൽ ബറി ചെയ്യുന്നു, പിന്നെ വേറെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തായ പീരി ലാഷൻസിൽ പോയി ബറി ചെയ്യുന്നു. And these are some of the translations that he has done. I will not go through it due to lack of time. അപ്പോൾ അദ്ദേഹം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതിൽ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇത് കാണുമ്പോൾ, this is the amount of work he has done. Around 9,400 pages in 20 years in 32 എന്ന് പറയുമ്പോൾ ഓരോ ദിവസം പോലും എല്ലാ ദിവസവും
ഒരു വർഷത്തിൽ ഒരു ദിവസം പോലും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാതിരുന്നില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ഇതാണ് അദ്ദേഹം നമുക്ക് അറിയാവുന്ന പോലെ ഓർഗനോ മെഡിസിൻ 1840 1843, Materia Medica Pure 1870 1821, Chronic Diseases in 4 volumes 1828 to 1830. A few quotes of about Hahnemann. നമ്മുടെ ഇന്നത്തെ ഹോമിയോപ്പതിക് ഡേക്ക് ഒരു റെലവെന്റ് ആയ ഒരു ചോദ്യം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് വച്ചിട്ടുള്ളത്. Letter written by Hahnemann gives the idea of what should constitute an examination in homeopathy. നമുക്ക് ഏവർക്കും ഈ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് ആ ഉത്തരം കണ്ടെത്താൻ എങ്ങനെയാണ് ഉത്തരം എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഇന്നത്തെ വേൾഡ് ഹോമിയോപ്പതി ഡേ തീം, വൺ ഹെൽത്ത് വൺ ഫാമിലി. ഈ അവസരം നൽകിയ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സാറ് വളരെ നല്ല ഒരു അനുസ്മരണ പ്രഭാഷണം തന്നെയാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ ഒടുവിൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നല്ലൊരു അനുസ്മരണ പ്രഭാഷണം നടത്തിയ സാറിന് ഞങ്ങളുടെ സന്തോഷം അറിയിക്കും. മനോജ് ഡോക്ടറെ, ഇനി അടുത്തത് ആശംസാ പ്രസംഗങ്ങളാണ്. ഗോപകുമാർ ഡോക്ടർ ഒരു പാട്ട് കഴിഞ്ഞിട്ട് മതിയോ? അതെ, ആശംസ കഴിഞ്ഞിട്ട് അല്ലേ? ഓക്കെ, അപ്പോ അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ യഹിയ പറക്കവെട്ടിയെ ക്ഷണിക്കും. ഡോക്ടർ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ? ഇല്ലേ? ഇല്ല. നമുക്ക് അടുത്തത് പരീത് ബാവഖ സാറാണ്. സാറ് IFPHനോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മളെ പല പ്രോഗ്രാമിലും പങ്കെടുക്കുന്ന സാറാണ്. സാറിനെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചു. സാറ് ജോയിൻ ചെയ്തിട്ടില്ല. ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. സനൽ ഡോക്ടറെ ഒന്ന് പ്ലേ ചെയ്യാമോ? വേലപ്പൻ സാറിലേക്ക് പോയിട്ട് അതിലേക്ക് വരാം. വേലപ്പൻ സാർ റെഡിയാണ്. ശരി, അടുത്തത് വേലപ്പൻ സാറിനാണ് ആശംസ ആദ്യം പറയാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. വേലപ്പൻ സാറിനെ ഞാൻ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ആശംസാ പ്രസംഗത്തിന്. IFPHന്റെ 1312 ദിവസമായിരുന്നത് ഇന്ന് ഇന്റർനാഷണൽ ഡേയും ഈദ് മുബാരക്കും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും ഈദ് മുബാരക്. നമ്മുടെ 1312 ഒരു ദിവസം പോലും മുടങ്ങാതെ നടത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. പ്രൊമോഷൻ ഓഫ് ഹോമിയോപ്പതിയാണ് നമ്മുടെ അജണ്ട, ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോഷൻ ഹോമിയോപ്പതി. അപ്പം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡോക്ടർ സാമുൽ ഹൈമൻ സാറിന് ചെയ്യാൻ പറ്റിയുള്ള നമുക്കുള്ള ഉപകാര സ്മരണ പ്രചരിപ്പിക്കുക. നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു. ഇവിടെ കൂട്ടിരിക്കുന്ന എല്ലാവരും, ഡോക്ടേഴ്സും ലവേഴ്സും അതുപോലെ നമ്മുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഗുണം കിട്ടിയിട്ടുള്ള എല്ലാ പൊതുജനങ്ങൾക്കും ഒരു കടമയാണെന്ന് നമ്മുടെ ഈ അതുല്യമായ മെഡിക്കൽ സിസ്റ്റം മനുഷ്യർക്കും ഉപയോഗിക്കാം, മൃഗങ്ങൾക്ക് ഉപയോഗിക്കാം, സസ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനൊരു സിസ്റ്റം വേറെ ഒന്നും നമ്മുടെ അറിവിലില്ല. ഈ ഒരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഈ സിസ്റ്റത്തെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. IFPH നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ IFPH മാത്രം വിചാരിച്ച് നടക്കത്തില്ല. നമ്മളെല്ലാവരും എല്ലാ രാജ്യങ്ങളിലുള്ള മനുഷ്യർ ഇതിന്റെ ഗുണം പറ്റിയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ മുന്നോട്ട് വരണം. അതുകൊണ്ട് നമ്മളും ഇതിന്റെ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നമ്മുടെ ഏറ്റവും വലിയ സിസ്റ്റമാണെന്നും എല്ലാവർക്കും ഗുണകരമാണെന്നും ഏറ്റവും എക്കണോമിക്കലാണെന്നും അതുപോലെ കുട്ടികൾക്കും വരെ ഇഷ്ടപ്പെട്ടോട് കഴിക്കാവുന്ന വേറൊരു മരുന്നില്ല. അലോപ്പതിയായാലും ആയുർവേദമായാലും കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് കഴിക്കാൻ വിഷമമാണ്, വലിയവർക്കും വിഷമമാണ്. പക്ഷെ ഈ നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കുട്ടികളും വലിയവരും മുതിർന്നവരും എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ. യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. നമുക്ക് ആദ്യം പണം വേണ്ട, ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട. നമുക്ക് ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാം അറിയാമല്ലോ. ഒരു ഡോക്ടർ ഒരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ചികിത്സിക്കാൻ പറ്റും മാക്സിമം ആൾക്കാരെ. അത്ര വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്കണോമിക്കലി വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ നമ്മൾ വേണം മുൻകൈ എടുത്ത് ലോകം മുഴുവൻ പരത്തേണ്ടത്. ആ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ വർഷവും 10%
കഴിഞ്ഞിടത്തേക്കാൾ പ്രതിശതമാനം കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് അതിനുണ്ട് പ്രത്യേകം കൂടി വേണം. നമ്മൾ നമ്മുടെ കൂടെ ആൾക്കാർ വരും. നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് ഈ ലോകത്തിലെ ജനങ്ങളെ മുഴുവൻ ചികിത്സിക്കത്തക്ക കപ്പാസിറ്റി ഉള്ള ഒരു രോഗി ചെന്ന് കഴിഞ്ഞാൽ ആ രോഗിയുടെ ഫിസിക്കൽ ബോഡിയും സൈക്കോളജിക്കലും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഡോക്ടറെ ചികിത്സിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഡോക്ടേഴ്സും സ്കിൽ ഡെവലപ്പ് ചെയ്യണം, സ്കിൽ അപ്സ്കിൽ ചെയ്യണം. ഇപ്പോഴത്തേനാണല്ലോ നമ്മൾ തന്നെ നമ്മുടെ സിസ്റ്റത്തിനെ പലർക്കും പല ആൾക്കാർക്കും പരാജയപ്പെടുന്നുണ്ട്. നമ്മൾ ഡോക്ടേഴ്സ് തന്നെ വളരെ സക്സസ്ഫുൾ ആകുന്നില്ല, പല ആൾക്കാരും സക്സസ്ഫുൾ ആകുന്നുമുണ്ട്. അപ്പൊ അവരുടെ ഇവിടെ നമ്മുടെ മീറ്റിങ്ങിൽ വന്നിട്ടുള്ള ഡോക്ടേഴ്സ് വളരെ എക്സ്പെർട്ട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, മെറ്റീരിയൽ പഠിക്കാനുള്ള പഠിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറയുന്നതിനല്ല, അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരായ ഡോക്ടേഴ്സ് മുൻകൈ എടുത്ത് വന്നിട്ട് നമ്മുടെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് വൺസ് ഇൻ എൻ ഇയർ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായി നമ്മൾ മുൻകൈ എടുക്കണം. അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവിധ ആശംസകളും നമ്മുടെ ഹെൽത്ത് ഭാരവാഹികൾക്ക് നേരുന്നു. അതുപോലെ എൻ്റെ തലപ്പത്തിരിക്കുന്ന രാജകുട്ടൻ ഡോക്ടർ ഇസ്മയിൽ സാറ്, പിന്നെ മനോജ് സാറ്, ഗണേഷ് സാറ്, എല്ലാവരും പേര് പറയാനുള്ള ഒരുപാട് പേര്, അതൊന്നും എല്ലാവരും പറയുന്നത്. നമ്മുടെ എല്ലാ ദിവസവും വരുന്ന ഡോക്ടർ ഗ്രൂപ്പ് സാറുണ്ട്, എന്ത് ചോദിച്ചാൽ ഉടനെ മറുപടി പറയും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഉണ്ട്. അവരുടെ എക്സ്പെർട്ടൈസ് നമുക്ക് ഈ പുതിയ ഡോക്ടേഴ്സും കൊടുക്കണം. കൂടുതൽ സമയം എടുക്കുന്നില്ല. പിന്നെ ഇങ്ങനൊരു അവസരം തന്നതിൽ എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. സാറേ, അങ്ങയുടെ വാക്കുകൾക്ക് വളരെ സന്തോഷം. അടുത്തത് നമുക്ക് പ്രസംഗങ്ങൾ മാത്രം കേട്ട് കൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു എന്താണ് ആശ്വാസത്തിന് നമുക്ക് ഡോക്ടർ ഗോപകുമാറിന്റെ ഒരു പാട്ട് കേൾക്കാം. എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. കേൾക്കാമോ? കേൾക്കാം ഡോക്ടർ. ബിച്ചു തിരുമല, AT ഉമ്മർ, യേശുദാസ് ടീമിന്റെ ഒരു ഗാനം. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർ കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ നിമിഷം വാചാലം അതെ, മനോഹരമായി ഉൾപ്രേരണകളെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്രം കൂടിയാണ് ഹോമിയോപ്പതി എന്നോട് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഗോപകുമാർ ഡോക്ടർക്ക് പാട്ട് വളരെ നന്നായിരുന്നു. ഒരുപാട് സന്തോഷം. ഇനി നന്ദി പ്രസംഗത്തിലോട്ട് പോകണം. നമുക്ക് ഷാജി കുടിയേറ്റ ഡോക്ടർ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഷാജി കുടിയേറ്റ ഡോക്ടർ ഉണ്ടോ? വളരെ കുറച്ച് സമയമേ ഉള്ളൂ. 2 വാക്ക് സംസാരിക്കുന്നതിന് നമ്മുടെ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുക.
ഇവിടെ 1 മണിയായി കാണും, ഫിലിപ്പൈൻസിലല്ലേ. ഓ അത് ശരി, എന്നാലും കുഴപ്പമില്ല. സാർ മ്യൂട്ടാണ് ഡോക്ടറെ. ഞാനിങ്ങനെ പതുക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എല്ലാം നന്നായിട്ടുണ്ട്. എന്റെ സംഘാടകര് ഡോക്ടർ ധനേഷ്, ഡോക്ടർ മനോജ്, ഡോക്ടർ ഹ്യൂബർട്ട്, എവരിബഡി ഡൂയിങ് ഗ്രേറ്റ് ജോബ്. ഇറ്റ് ഈസ് വി ആർ ഡൂയിങ് ഹിസ്റ്റോറിക്കലി. നമ്മൾ ചരിത്രപരമായ ഒരു ദൗത്യം നിയോഗിക്കുകയാണ്. IFPH എന്നുള്ളൊരു സംഘടന ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തി നിൽക്കുന്നു. നമുക്ക് നിസ്സംശയം വളരെ സന്തോഷത്തോടെ പറയാം. ഞാൻ ഇന്ന് തുടക്കത്തിൽ സൗത്ത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ പല ഹിന്ദി പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു, പിന്നെ ഇംഗ്ലീഷ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ എല്ലാം നമ്മുടെ ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്ന പ്രോഗ്രാമിന്റെ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും ഹോമിയോപ്പതി കുതിച്ച് ഉയരുകയാണ് എന്ന് നമുക്ക് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാം. ആ കുതിച്ചു ചാട്ടത്തിന് കേരളത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ എന്തുമാത്രം സാധിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സൗത്ത് അമേരിക്ക, ടർക്കി, യൂറോപ്പ്, ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള, പോർച്ചുഗൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം നമുക്ക് ശക്തമായ ഇൻഫ്ലുവൻസ് നമ്മുടെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അഭിമാനിക്കാം. നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമുക്ക് ഹോമിയോപ്പതി നമ്പർ 1 സിസ്റ്റമായിട്ട് ലോകത്ത് മാറ്റപ്പെടുന്നത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് നമ്മളതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ള നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് അതിദൂരം പോകേണ്ടതുണ്ട്, ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടായ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങൾ കേരള മണ്ണിൽ നിന്ന് ലോകത്തിന് കൊടുക്കുന്ന വലിയൊരു സന്ദേശവും വലിയൊരു നന്മ നിറഞ്ഞ കോൺട്രിബ്യൂഷനും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമുക്കെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ലോക ഹോമിയോപ്പതി ദിനത്തിൻ്റെയും ഹനുമാന്റെ ബർത്ത്ഡേയും നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെയും എല്ലാ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ച ശൈല ഡോക്ടർക്ക് പ്രത്യേകം നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ നമുക്ക് അതിവേഗം ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത് നന്ദി പ്രസംഗമാണ്. ഇന്ന് ഈ വേദിയിലുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ TP അനിൽകുമാറിനെ ക്ഷണിക്കും. നമസ്കാരം. എന്തായാലും ശൈല ഡോക്ടറെ വളരെ ഭംഗിയായിരുന്നു. അതായത് നമ്മുടെ ആദ്യ ഹിന്ദി സെക്ഷൻ ഞാനാണ് തുടങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞ ഓരോ കാര്യങ്ങളും, അതായത് ഹിന്ദി സെക്ഷനിലുള്ള ഓരോരുത്തർക്കും ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുക. അതിന് ഇംഗ്ലീഷ് സെക്ഷൻ തുടങ്ങി, അതും ഭംഗിയായി. ഇതിലെല്ലാം നന്ദി രേഖപ്പെടുത്തേണ്ട ഒരാളെ നമ്മൾ മറന്നുപോയി. അതായത് നമ്മുടെ ഡോക്ടർ സുൽഫി നോഹു, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മുടെ IMA പ്രസിഡന്റ്. അതായത് ഇത് 4 കൊല്ലത്തിന് മുമ്പേ തുടങ്ങുമ്പം അദ്ദേഹമാണ് ഇതിന് കാരണക്കാരനായത്. കാരണം അദ്ദേഹം വന്ന് പ്രസംഗിച്ചു, ഇത് ലോകം മുഴുവൻ നിരോധിച്ചൊരു സംഘടന, ഇത് സിസ്റ്റമാണെന്നും ഈ സിസ്റ്റത്തിന് മരുന്ന് കൊടുത്താൽ എല്ലാവരും മരിച്ചു പോകുന്നത് നിരോധിക്കേണ്ട സംഭവമാണെന്ന് സംസാരിച്ചു. അന്ന് ഞങ്ങളൊരു 4-5 പേര് ചേർന്നിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ്. അതിൽ ഷാജി കുടിയാട്ട് ഡോക്ടറുണ്ട്, ഡോക്ടർ ഷഫീഖ് ഉണ്ട്, ഫിറോസ് ഉണ്ട്, ഫൈസൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ചേർന്ന്, നമ്മളെല്ലാവരും കൂടെ സംസാരിച്ച്, ഉബൈസ് സൈനുലാബ്ദീൻ, ഇവരെല്ലാം കൂടെ ചേർന്ന്, തേട്ട് സാറ് എല്ലാം കൂടെ തുടങ്ങിയാണ് ഇതിന് തുടക്കം നമ്മൾ ആക്ച്വലി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇത് വളർന്ന് പന്തലിച്ചു. ഇപ്പം സുൽഫി നോഹുവിന് പോലും അധികം സംസാരമില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ സംഘടന എത്തി. ഇന്ന് നമ്മൾ 1318ാമത് ദിവസം, അതായത് ലോകത്തിൽ ഒരു സംഘടനയും നടത്താത്തൊരു ഉദ്യമം ഹോമിയോപ്പതി. ഇന്ന് ഏപ്രിൽ 10 നമ്മൾ കേരള ഹോമിയോപ്പതി ഒരു സപ്ലിമെന്റ് നമുക്ക് ഇറക്കാൻ പറ്റി. എന്തായാലും അതിൽ എല്ലാവരുടെയും സഹകരണം. ഇത് സത്യം പറഞ്ഞാൽ ലോകത്ത് ഹോമിയോപ്പതിയിൽ വേൾഡിൽ ഒരു റെക്കോർഡാണ്. 1318 ദിവസം ഒരു സൂം നടത്തുക. ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പലയിടത്തും ചോദിച്ചു നോക്കി, ആർക്കും ഉത്തരവില്ല. 1318 ദിവസം സൂം നടത്തുക, എങ്ങനെയാണ് ഡോക്ടറെ സാധിക്കുന്നത്? 7 മണി തൊട്ട് 8 മണി. ഇന്ന് വന്ന പേഷ്യൻസ് പറഞ്ഞതാണ് 7 മണി തൊട്ട് 8 മണി വരെ ഹിന്ദി സെക്ഷൻ, 8 തൊട്ട് 9 വരെ ഇംഗ്ലീഷ് സെക്ഷൻ, 9 തൊട്ട് 10 വരെ മലയാളം സെക്ഷൻ. ഈ 3 മണിക്കൂർ നമ്മൾ കുറച്ച് പേര് ഇതിനു വേണ്ടി ഇരുന്ന്, അതായത് ഷാജി കുടിയാൻ ഡോക്ടർ പറഞ്ഞ പോലെ അടുത്ത ഡെക്കേഡിൽ നമ്മളാരും ഭൂമിയിൽ ഇല്ലെങ്കിലും ഹോമിയോപ്പതി ഇവിടെ ഉണ്ടാവണം.
എന്നൊരു ഉദ്യമത്തോടുകൂടി തുടങ്ങിയ ഒരു സംഘടന, ദാറ്റ് ഈസ് IFPH, ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. ഇത് വളർന്ന് പന്തലിച്ച് ഇന്നിപ്പം വലിയൊരു ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഗിന്നസ് ബുക്കിന്റെ റെക്കോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിലെത്തിക്കാൻ സാധിച്ച നമ്മളുടെ ഓരോ മെമ്പേഴ്സിനും, അതായത് നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടുകയും ആ പ്രശ്നത്തിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കാണുകയും, ഇന്നിപ്പോ നമ്മുടെ പ്രസിഡന്റ് തന്നെ ഹോമിയോപ്പതി പറ്റി കാര്യങ്ങൾ സംസാരിക്കും. ഷാജിക്കുട്ടിയ ഡോക്ടർ കുറെ ഫോട്ടോയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ഹോമിയോപ്പതി ജനത്തിന് ആവശ്യമാണ് എന്നൊരു സ്ഥിതിവിശേഷം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും, അതായത് ഇന്നിപ്പോ പങ്കെടുത്ത മലയാള സെഷൻ പങ്കെടുത്ത ഡോക്ടർ ദിനേശ്, ഡോക്ടർ മനോജ്, ഡോക്ടർ ഗോപകുമാർ, നമുക്ക് നല്ലൊരു ഗാനം തന്ന ഗോപകുമാർ, ധൈര്യ ഡോക്ടർ, ഇന്ന് നമുക്ക് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ള ഉദ്യമമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും IFPHന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി അനിൽകുമാർ ഡോക്ടറെ. അങ്ങനെ എന്തായാലും ശൈല ഡോക്ടർ ഒരു മിനിറ്റ്, ഒരാളുടെ കാര്യം വിട്ടുപോയി, അതാണ് ആദ്യം പറയേണ്ടത്. സലാഹുദ്ദീൻ സാറ് IFPH തുടങ്ങാനുള്ള കാരണം എഞ്ചിനീയറായ സലാഹുദ്ദീൻ സാറാണ് ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എടുത്തത്. അനിൽകുമാർ ഡോക്ടർ വിട്ടുപോയി. ഞാൻ വിട്ടുപോയി. അതായത് ആദ്യം ഒരു കാറ് സമ്മാനം തരുന്നു. ആ കാറ് സമ്മാനത്തിന് ഞാനും കയറി എന്താ പറയാ അതിന് ഇത് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹമാണ് തുടങ്ങിയത്. അദ്ദേഹം തുടങ്ങുക മാത്രമല്ല, നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി സഹായങ്ങൾ ചെയ്യും. അദ്ദേഹത്തെ വിട്ടുപോയാൽ ക്ഷമിക്കണം. സലാഹുദ്ദീൻ സാറിന്റെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ വലിയ ശ്രമമാണ്. അപ്പൊ അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് മാറി നിൽക്കുന്നത്. റിട്ടയർ ആകുമ്പോൾ വീണ്ടും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കല്ല, വരും. കാരണം അദ്ദേഹത്തിന്റെ ഒരു ശ്വാസം എന്നുള്ള ഹോമിയോപ്പതി. അതിലുപരി നമ്മൾ മരിച്ചുപോയ ലത്തീഫ് സാറിനെ ഞാൻ വിട്ടുപോയി. ലത്തീഫ് സാറിന്റെ ഒരു വലിയൊരു ഉദ്യമമായിരുന്നു. കാരണം വെച്ചാല് നമ്മുടെ ചെടികളെ ചികിത്സിക്കുക, ഈ കാര്യങ്ങളൊക്കെ പറയും. ആദ്യം തൊട്ട് ഇരുന്നതാണ്, പക്ഷെ ഒരു അകാല ചരണം പറഞ്ഞു. പക്ഷെ ഇതെല്ലാം നമ്മളെ ഓരോരുത്തരുടെയും, അതായത് രക്തത്തിൽ ഓടുന്നതാണ് ഹോമിയോപ്പതി. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. 1312 ഇപ്പൊ 13 ആവും എന്നാണ് എന്റെ പ്രതീക്ഷ. ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന സ്പിരിറ്റിന് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ അനിൽകുമാർ ഡോക്ടറെ. അങ്ങനെ എന്തായാലും 1318 ദിനം വളരെ മനോഹരമാക്കി തീർത്തു, വളരെ ധന്യമാക്കി തീർത്ത നമ്മുടെ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സാറൊക്കെ വളരെ തിരക്കിലായിരുന്നിട്ടും നമ്മളെ ഈ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതുപോലെ നമ്മുടെ അധ്യക്ഷൻ, അതുപോലെ ഡോക്ടർ മനോജ് നാരായണൻ, അതുപോലെ മറ്റ് ബഹുമാന്യരായ ഹോമിയോപ്പതി ഡോക്ടർമാരെല്ലാവരും, അതുപോലെ ഹോമിയോപ്പതി സ്നേഹികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.